ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണേട്ടൻ. അയാളെ പറ്റിയിട്ട് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? അരുണേട്ടൻ ആരാ ആരാ അറിയില്ല. എന്താ ചെയ്യാം? നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഹണി ട്രാപ്പുകാരിയുടെ മാമൻ, അങ്ങനെയും പറയാം. മാമ എന്ന് പറയുന്നത് വേറെ, മാമൻ എന്ന് പറയുന്നത് വേറെ അല്ലേ? അതുതന്നെ. അപ്പം ഈ ഹണി ട്രാപ്പുകാരിയോട് ചോദിക്കാനുള്ളത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്താ ഹണി ട്രാപ്പുകാരി, പേര് തന്നെ പറ. ധൈര്യമായിട്ട് അരുണിനോട് പേര് പറയാൻ പറയാം. അല്ലാതെ പാലക്കൽ അമ്മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാലക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞുതരാം. പാലക്കൽ അമ്മായിമാർ കുറേ ഉണ്ട്. അത് നിനക്കറിയില്ല? ഇനി ഒന്ന് അടിച്ചു നോക്കിയാട്ടെ. അതായത് പാലക്കൽ എന്ന് പറയുന്നത് തൃശ്ശൂരുള്ള ഒരു സ്ഥലമാണ്. അവിടെ പാലക്കൽ അമ്മായിമാർ കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ മാത്രമല്ല. പിന്നെ എടാ നീ എന്താടാ ഒറ്റ തന്തക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ പേര് പറയാൻ മടിക്കുന്നത്? ലസിത പാലക്കൽ എന്ന് തന്നെ പറ. ലസിത പാലക്കൽ അമ്മായി എന്ന് തന്നെ പറഞ്ഞു. അതാ നല്ലത്. അല്ലാണ്ട് പാലക്കൽ അമ്മായി എന്ന് പറഞ്ഞിട്ട് നിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കുടിക്കാത്ത ആൾക്കാർ എന്താ ചെയ്യുക? സകല ആൾക്കാരും വന്നിട്ട് നിന്നെ കൊണ്ട് പറയുന്നത് ഇതിൻ്റെ കമൻറ്റിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്താണ് എന്നുള്ളത്. ഏതെങ്കിലും ഒരാൾ ഒരു സപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്തേനും ഇത് സകല അയ്യോ എൻ്റെ യൂട്യൂബ് കാണുന്നില്ല എന്നൊന്ന് പറയുന്നു. യൂട്യൂബ് കാണാണ്ടാടോ നീ എനിക്ക് മറുപടി തരുന്നത്? ഇതെങ്ങനെ നിങ്ങൾ കാണുന്നത്? ശരിയാ കണ്ണനെ വരക്കുന്നതല്ലേ, ദൈവികമായ കഴിവുണ്ടാവും, അത് ശരിയാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ലേ ഇത്രയും വലിയ ദൈവികമായിട്ടുള്ള കഴിവുണ്ടോ എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എന്താ ഇവറ്റകൾക്ക് എന്താ സംഭവം എന്നുള്ളത്. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടനടി 2 വീഡിയോ, 2 ആൾക്കാരെ പറ്റിയിട്ട്, അത് എന്നെ പറ്റിയിട്ടും പ്രിയനെ പറ്റിയിട്ടും. അയ്യോ എൻ്റെ അപ്പ ഈ മച്ചി വിളി കേട്ടിട്ട് മടുത്ത്. മോനെ നീ കല്യാണം കഴിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? ഇനി അടുത്തൊരു മച്ചി വരാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ, അതായിരിക്കും നല്ലത്. വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല. പിന്നെ ജസ്നെ, നിന്നോട് പറയാനുള്ളത്, നീ മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, മച്ചി എന്ന് വിളിക്കുമ്പോൾ നിനക്ക് അതൊരു സന്തോഷമാണെങ്കിൽ, ഒരു ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മക്കളെ ഈ ഭൂമിയിൽ തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ടാണെന്നറിയാമോ? ആൾക്കാരെ വിഷമങ്ങൾ, അതായത് മച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷമം നിന്നിലൂടെ അനുഭവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നിലൂടെ തന്നെ അനുഭവിക്കും. അതാണ് യോഗം. ഇത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല. കാരണം എല്ലാവരും ഈ ഒരു ഭാഷയോട് അത്രയധികം വെറുപ്പ് കാണിക്കുന്ന ആൾക്കാരാണ് സമൂഹം. ആ സമൂഹത്തിന് പിന്നെയും നീ വെല്ലുവിളിക്കുക ചെയ്യുന്നത്, മച്ചി എന്ന് വിളിച്ചിട്ട് 2 പേരും. അപ്പം ഇനി കാണാൻ പോകുന്ന പൂരം നിങ്ങളെ പ്രേക്ഷകർ തന്നെ കണ്ടറിഞ്ഞോ എന്താ ഇവർക്ക് സംഭവിക്കുക എന്നുള്ളത്. നമ്മളൊക്കെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ വീട്ടിൽ കൂടൽ, ഇനിയിപ്പോൾ 3 ദിവസം ഒരാഴ്ച മുന്നേ തറക്കല്ലിട്ട വീട് മാന്ത്രിക സഹായത്തോടെ വീട് വാർപ്പെടുത്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കായിരിക്കും, നമ്മളങ്ങനെ വിശ്വസിക്കൂല മക്കളെ. നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പാടാണ്. വീടെടുത്ത് വീട്ടിൽ കൂടി ഇനി വീടിൻ്റെ കുറേ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊന്നുമോള് നടന്നു. ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ, നമ്മളെ ആരും മുന്നൊന്നും ഇവള് ചിത്രം വരക്കില്ല. ചിത്രം വരക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെയൊക്കെ മുന്നിൽ നിന്നും ഇത്രയും വെല്ലുവിളികൾ നേരിടുന്ന ഒരുത്തി ചിത്രം വരക്കാൻ നിൽക്കും. എന്തുകൊണ്ട് വരക്കുന്നില്ല? നോട്ട് ദ പോയിന്റ്. നിങ്ങൾ എഴുതി വെച്ചോളാം, ഇവളൊരു ചിത്രകാരിയല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക.